നമസ്കാരം. നമസ്കാരം. ഇപ്പം UDF സർക്കാർ നിലവിൽ വന്ന് 3 ദിവസമാകുന്നുള്ളൂ. പക്ഷേ അപ്പോഴേക്കും സർക്കാരിൻ്റെ തലയിൽ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റായി വരുന്ന സുപ്രീം കോടതി വിധി പ്രകാരം കുറേ കുടിയൊഴിപ്പിക്കൽ നടക്കുന്നുണ്ട്. ഇപ്പം മുൻ നിയമമന്ത്രിയായ P. രാജീവ് അടക്കമുള്ള ആൾക്കാർ അവിടെ മുമ്പിലോട്ട് വരുന്നു. അതുപോലെ എന്താ പറയുക, ദളിതർക്കെതിരെയുള്ള അല്ലെങ്കിൽ മറ്റ് പിന്നോക്ക ജാതിക്കാർക്കെതിരെയുള്ള UDF സർക്കാരിൻ്റെ ഒരു ഏകാധിപത്യ പ്രവണതയുടെ ഭാഗമായിട്ടാണ് ഈ സാധനം എന്ന് പറയുന്നു. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നു. നമ്മൾ നോക്കുമ്പോൾ കാണാം സർക്കാർ വന്നിട്ട് 3 ദിവസം ആകുന്നേ ഉള്ളൂ. അപ്പം യഥാർത്ഥത്തിൽ ഇന്നൊരു ഉത്തരവാദി ആരാണ്, മുൻ സർക്കാർ എന്തുകൊണ്ട് ഇതിൽ തീരുമാനം എടുത്തില്ല എന്നുള്ളത് പല ചർച്ചകൾ മുമ്പോട്ട് വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? അത് ഫവാസ, ഇതൊരു CPM-ൽ പ്രവർത്തനരഹിതമായി കിടക്കുന്ന ഒരു പറ്റം അണികൾക്ക് ജോലി കൊടുക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഫവാസ് പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ മയിലാടുംമേട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, കിഴക്കമ്പലം പഞ്ചായത്തിലുള്ള സ്ഥലമാണ്, പെരുമ്പാവൂർ ആണത്. അവിടെ നമ്മുടെ ശ്രീനിധിൻ്റെയൊക്കെ MLA ശ്രീനിധിൻ്റെയൊക്കെ മണ്ഡലം. അവിടെ ഈ മയിലാടുംമേട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉന്നതി എന്ന് പറഞ്ഞ ഒരു ദളിത് കോളനിയുണ്ട്. ഈ കോളനിയിൽ ഏതാണ്ട് ഒരു 7ഓളം കുടുംബങ്ങൾ, 9 കുടുംബം എന്ന് പറയുന്നത്, ഇപ്പോൾ 7ഓളം കുടുംബങ്ങൾ അവിടെ 60 വർഷമായിട്ട് അവർ താമസിക്കുന്നവരെന്നാണ് പറയണത്. അപ്പോൾ സ്ഥലത്തിൻ്റെ ഉടമ ഇവർക്കെതിരെ ഞങ്ങളുടെ സ്ഥലം കയ്യേറി താമസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഈ താമസിക്കുന്ന 9 ദളിത് കുടുംബങ്ങളും അവർ കേസിന് പോവുകയുണ്ടായി. പക്ഷേ പിന്നീട് കേസ് സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതിയുടെ വിധി പ്രകാരമാണ് ഇപ്പോൾ ഈ ഉടമസ്ഥൻ്റെ അന്യായം അവർ അംഗീകരിച്ചുകൊണ്ട്, ആ ഹർജി അംഗീകരിച്ചുകൊണ്ട് ആ സ്ഥലം അവരിൽ നിന്നും പിടിച്ചെടുത്ത് ഉടമസ്ഥന് കൊടുക്കണം എന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. ആ ഉത്തരവുമായി അഭിഭാഷക അസോസിയേഷനും പോലീസുകാരൊക്കെ കൂടി അവിടെ വന്നു സ്ഥലം ഒഴിപ്പിക്കുന്ന രംഗമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ ഈ സ്ഥലം സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇങ്ങനെയൊരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സുപ്രീം കോടതി ഉത്തരവിട്ട് കഴിഞ്ഞിട്ട് പോലീസിന് അത് തടയാൻ പറ്റില്ല, സർക്കാരിനും തടയാൻ പറ്റില്ല. 10 വർഷം പിണറായി വിജയൻ ഭരിച്ച നാടാണിത്. 2023 ഈ കേസിന് ആസ്പദമായ കേസ് നടക്കുന്നതെന്നാണ് ഈ ഉന്നതിയിൽ താമസിക്കുന്ന ദളിത് കുടുംബങ്ങൾ പറയുന്നത്. അവിടെ പര്യത്തുകാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഉന്നതി എന്ന് പറഞ്ഞ ഈ 7 ദളിത് കുടുംബങ്ങൾ താമസിക്കുന്നത്. അവർ സാമ്പത്തികമായിട്ടൊക്കെ വലിയ പിന്നോക്കാവസ്ഥയിൽ തന്നെയാണ്. ഇവർ കുടിയെടുപ്പുകാർ തന്നെയാണെന്ന് ഇവർ പറയുന്നുണ്ട്. 60 വർഷമായിട്ട് അവരുടെ പരമ്പരാഗതമായിട്ട് അവരവിടെ തന്നെ കഴിഞ്ഞു കൂടുന്നവരാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ പുതിയ സർക്കാർ വന്ന് ചുമതലയേറ്റ് 2-ാം ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നിട്ട് ഈ ഉത്തരവ് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പഴയ സർക്കാർ കയ്യിൽ വെച്ചിട്ട് ഇതിന് നടപടിക്രമങ്ങൾ ഏതെങ്കിലും തരത്തിൽ അപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായി ദോഷം ചെയ്യും എന്ന് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തോളം ഇത് നീട്ടിവെച്ചത്. മാത്രമല്ല 14 തവണ ഇത്തരത്തിൽ ഇവരെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി പല പ്രാവശ്യവും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ 14 തവണയും ഇവർക്കെതിരെ ഇത്രത്തോളം ഇന്നലെ നമ്മൾ കണ്ടതുപോലെ രൂക്ഷമായ നടപടിക്രമങ്ങളുണ്ടായില്ല. ഇതെല്ലാം ജനം കണ്ടറിഞ്ഞതാണ്. ഇനിയാണ് നമ്മൾ ഇതിലൊരു ട്വിസ്റ്റ് എന്ന് പറയുന്ന സംഭവം. അതായത് ഇവരെ കുടിയൊഴിപ്പിക്കുന്ന സമയത്ത് അവിടുത്തെ സ്ഥല MLA ആയ ശ്രീനിധൻ എവിടെയെന്നോ ഓടി വന്നു, ഇവരെ കുടിയൊഴിപ്പിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ ചങ്കാണ്, ഇവർ കരളാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ ചേർത്ത് നിർത്തും എന്നൊക്കെ പറഞ്ഞു. നല്ല കാര്യം തന്നെ, ആവശ്യമാണ്. കാരണം ഒരാളെയും കുടിയൊഴിപ്പിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് അവർ കുടിയെടുപ്പ് കിടക്കുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ മാറ്റണം എന്നുണ്ടെങ്കിൽ അവരും നമ്മുടെ സഹജീവികളാണ്. അവർക്ക് അർഹമായ രീതിയിലുള്ള പുനരധിവാസത്തിന് ഒരു കൃത്യമായ ഇടം കണ്ടെത്തി അവർക്കും കൂടി അനുകൂലമായ ഒരു സ്ഥലത്തേക്ക് അവരെ മാറ്റേണ്ടതാണ്. അവരുടെ അഭിപ്രായ പ്രകാരം തന്നെ ചോദിച്ചറിഞ്ഞിട്ട് താമസയോഗ്യമായ ഒരു സ്ഥലത്തും കണ്ടെത്തി അവരെ പുനരധിവസിപ്പിക്കണം. യാതൊരു തർക്കമില്ല കാര്യത്തിൽ. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷം ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ MLA ശ്രീനിധൻ അവിടെ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 5 വർഷം അവിടെ ഉണ്ടായിരുന്നിട്ട് ഇവരുടെ ഈ നിയമപ്രശ്നങ്ങൾ പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതി മുതൽ സുപ്രീം കോടതി വരെ പോകുമ്പോൾ MLAയുടെ അടുത്ത് ഇവർ പല പ്രാവശ്യം ചെന്നിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇവരുടെ നിയമപ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി MLAക്ക് സാധിക്കാതെ പോയത്? ഏതെങ്കിലും ഒരു ലാൻഡ് ട്രിബ്യൂണലിൽ ഇവർക്ക് വേണ്ടി സർക്കാരിനെ കൊണ്ട് കേസ് ഏറ്റെടുപ്പിച്ചൊക്കെ വാദിപ്പിക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടായില്ല. അത് സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നപ്പോൾ അവിടെ MLAക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. പക്ഷേ ഇതുവരെ എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇന്നിപ്പോൾ നിയമമന്ത്രി അവിടെ എത്തിയിട്ടുണ്ട്. അതായത് നിയമമന്ത്രി എന്ന് ഇപ്പോഴത്തെ നിയമമന്ത്രിയല്ല, പഴയ
പിണറായി വിജയൻ സർക്കാരിലെ വ്യവസായ വകുപ്പ് മന്ത്രി നിയമവകുപ്പ് മന്ത്രിയായ പി രാജീവ്, അദ്ദേഹം കളമശ്ശേരിയാണ്, മണ്ഡലം തൊട്ടടുത്ത പ്രദേശം തന്നെയാണത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി, അതായത് ഈ ഭൂമിയിൽ നിന്ന് ഇവരെ ഇറക്കി വിടാതിരിക്കുന്നതിന് വേണ്ടി സാധ്യമായതൊക്കെ ഞങ്ങൾ ചെയ്യും, കൂടെയുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിലും ഒരു ചോദ്യം, ഇദ്ദേഹം നിയമവകുപ്പ് മന്ത്രി കൂടിയാണ്. അദ്ദേഹം പറയുന്നു ഈ 19 ഏക്കർ സ്ഥലത്താണ് ഇവർ ഈ കുടിയെടുപ്പ് കിടക്കുന്നതെന്ന് പറയുന്നത്. 19 ഏക്കർ ഭൂമി സർവേ നടത്തും എന്ന് അദ്ദേഹം പറയണേ. നിയമവകുപ്പ് മന്ത്രിയായി 10 വർഷക്കാലം ഈ പിണറായി വിജയൻ സർക്കാരുണ്ടായപ്പോൾ, കഴിഞ്ഞ 5 വർഷക്കാലം പിണറായി വിജയൻ സർക്കാരിൽ നിയമവകുപ്പ് മന്ത്രിയായിരുന്ന പി രാജീവിന് അപ്പോഴൊന്നും ഇവരുടെ പ്രശ്നം കണ്ടറിയാൻ സാധിച്ചില്ലേ? ഈ സ്ഥലം സർവേ നടത്താൻ സാധിച്ചില്ലേ? അതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഈ നിയമവകുപ്പ് മന്ത്രിയുടെ നീതിബോധം എവിടെയായിരുന്നു? ഇന്നിപ്പോൾ എങ്ങനെയാണ് മന്ത്രി ഇത് അറിഞ്ഞത്? അവിടെ ഒരു MLA ഉണ്ടായിരുന്നല്ലോ, ശ്രീനിജൻ, അദ്ദേഹം അന്നത്തെ നിയമവകുപ്പ് മന്ത്രിയായ പി രാജീവിനെ ഇത് അറിയിച്ചിരുന്നില്ലേ? യഥാർത്ഥത്തിൽ ഈ പ്രശ്നം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത്രത്തോളം ഒരു സങ്കീർണമായ അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കാതെ പറ്റുമായിരുന്നല്ലോ. ഒരാളെയും കുടിയിറക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നിയമം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും തിരിച്ചടച്ചില്ല, ജപ്തിയാവാണെങ്കിൽ പോലും അയാൾക്ക് താമസിക്കാൻ വേറെ വീടില്ല എന്നുണ്ടെങ്കിൽ കുടിയിറക്കാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതിയുടെ നിയമം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെയും സുപ്രീം കോടതി അനധികൃതമായി ഇവർ ഭൂമിയിൽ കയ്യേറി താമസിക്കുന്നു എന്ന അർത്ഥത്തിലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തേക്ക് കേസ് തന്നേക്കുന്നത്. കോടതി അതിൽ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നത്. കാരണം സുപ്രീം കോടതിയിൽ ഒരു അഭിഭാഷകനെ വെച്ച് കേസ് വാദിക്കണമെന്നുണ്ടെങ്കിൽ ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഈ കുടുംബങ്ങൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. ഒരു സിറ്റിങ്ങിന് എത്ര 10-15 ലക്ഷം വീതമാണ് സുപ്രീം കോടതിയിൽ അഭിഭാഷകർ വാങ്ങിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് അതിനുള്ള ഒരു ധനശേഷി ഉണ്ടെങ്കിൽ ഒരു വേറെ എവിടെയെങ്കിലും സ്ഥലം മേടിച്ച് വീട് വെച്ച് മാറി താമസിക്കുമല്ലോ, അതില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പാവപ്പെട്ട ഈ സാധുക്കളായ ദളിത് കുടുംബത്തിന് നീതി ഉറപ്പാക്കുന്നതിൽ കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നും അനാസ്ഥയുണ്ടായിരുന്നു. കുന്നത്തുനാട് MLA ആയ ശ്രീനിജൻ്റെ ഭാഗത്തു നിന്നും അനാസ്ഥയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കൂടെയുണ്ട് എന്ന് പറയും, ഇന്ന് റീസർവേ നടത്തും എന്നൊക്കെ പറഞ്ഞു വരുന്ന നിയമവകുപ്പ് മന്ത്രിയായിരുന്ന രാജീവിൻ്റെ ഭാഗത്തു നിന്നും അനാസ്ഥയുണ്ടെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. സാമാന്യനെ അങ്ങനെ വേണ്ട ചിന്തിക്കാൻ. അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓടിയെത്തുകയല്ലോ ഒരു പൊതുപ്രവർത്തകർ എന്ന രീതിയിൽ ചെയ്യുക. പ്രശ്നം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി, ഇത്രയും സങ്കീർണമായ രീതിയിലേക്ക് ഇത് നീങ്ങിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി ഇവരുടെ ഭാഗത്ത് നിന്ന് ഇവരുടെ സർക്കാർ നിലവിലുണ്ടായിരുന്നപ്പോൾ എന്ത് ചെയ്തു? ഇന്നൊരു ദിവസം കൊണ്ട് പൊട്ടിമുളച്ചൊരു സംഭവമല്ല ഈ പറഞ്ഞ മയിലാടും മേടിലുണ്ടായ ഈ സംഭവം. 2023 മുതൽ ഇതിങ്ങനെ നിരന്തരമായൊരു വിഷയമായിരുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ലോക്കൽ ബോഡി അറിയാതെ പോയത്, MLA അറിയാതെ പോയത്? അങ്ങനെയാണെങ്കിൽ MLA എന്തുകൊണ്ടത് സംസ്ഥാന ഘടകത്തിലേക്ക് അറിയിച്ചില്ല? ഇപ്പോൾ ഓടിയെത്തിയ രാജീവൊന്നും ഇത് നേരത്തെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് തലയുരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഇവരിങ്ങനെ ഒരു ഭരണ സംവിധാനം കൊണ്ടു നടക്കുന്നത്? ഇപ്പോൾ ഈ UDF സർക്കാർ അധികാരത്തിൽ വന്ന് 2-ാം ദിവസം ഈ പ്രശ്നം ഉണ്ടായപ്പോൾ അവർക്കെതിരെ അടിക്കാനുള്ളൊരു വടിയായി ഇതിനെ കണ്ടു. രാഷ്ട്രീയ പ്രേരിതമായി മാത്രം ഇതിലിറങ്ങി തിരിച്ചു എന്ന് മാത്രമേ നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അതിൽ യാതൊരുവിധ ആത്മാർത്ഥതയും പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ എനിക്കും കാണാൻ പറ്റുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ മുമ്പ് അവരുടെ സർക്കാരായിരുന്നു, അവരുടെ ഗവൺമെൻറ് ആയിരുന്നു, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാമായിരുന്നു. ഇപ്പോൾ അവിടെ കൊടി ഒഴിപ്പിക്കലാണെങ്കിൽ വേറെ കൊടി അവർക്ക് വെച്ച് കൊടുക്കാമായിരുന്നു. അങ്ങനത്തല്ല, നിയമ പോരാട്ടത്തിന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് എല്ലാവിധ സപ്പോർട്ടോടും കൂടി നമുക്ക് മുമ്പോട്ട് പോകാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്തു കൊടുക്കാണ്ട് ഈ സർക്കാർ വന്ന് 3 ദിവസം പ്രായമാകുന്ന ഒരു കുട്ടി വരുന്നതിന് മുമ്പ് തന്നെ പ്രശ്നങ്ങളായി മുമ്പോട്ട് ഇറങ്ങുന്നു. അപ്പം ഇത് എനിക്കിതിൻ്റെ ഒപ്പം കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം തോന്നി. എന്താ പറയുക, ഈ സർക്കാർ ചുമതലയേറ്റ 1-ാം ദിവസം തന്നെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കാരണവശാലും ഒരു ചാൻസ് പോലും നമ്മൾ വിടാൻ പാടില്ല, ഈ ഗവൺമെൻറ്റിനെതിരെ ശ്വാസം വിടാനുള്ള സമയം കൊടുക്കാൻ പാടില്ല. അത്രത്തോളം നമ്മൾ പ്രതിഷേധമായിട്ട് മുമ്പിൽ ഇറങ്ങണം എല്ലാ വിഷയത്തിലും. അങ്ങനെ ആദ്യം കിട്ടിയ ടോപ്പിക്കാണ് അവർക്ക് ഈ ഒരു സംഭവമായിട്ട്. അല്ല, ഇതിപ്പോൾ ഫാസ് പറഞ്ഞ പോലെ ശ്വാസം വിടാൻ സമയം കൊടുക്കാൻ പാടില്ല. ആദ്യം കിട്ടിയ ടോപ്പിക്കല്ല, ആദ്യം ഉണ്ടാക്കിയ ടോപ്പിക്കാണ്. കാരണം ഈ 10 വർഷം ഭരിച്ച പിണറായി വിജയൻ സർക്കാർ അറിയാതെ പോയ കാര്യമല്ലല്ലോ ഇത്. ഇപ്പോൾ നിരന്തരം ഒരു വിഷയം ഉണ്ടായി കഴിയുമ്പോൾ അത് പരിഹരിക്കാതെ ഇത് നമ്മുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി നീക്കിവെച്ച ഒരു സംഭവം, ഏറ്റവും ഉചിതമായൊരു സമയം വന്നപ്പോൾ കയറി ഗോളടിച്ചു എന്ന് പറയുന്ന പോലെ ഒരു സംഭവം. പക്ഷേ ഇത് പൊതുജനത്തിന് സാമാന്യനെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമുള്ളൂ. 2 ദിവസം മാത്രം പ്രായമുള്ള ഒരു സർക്കാർ ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ടും ഈ വിഷയം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ രമേശ് ചെന്നിത്തല എല്ലാ നടപടികളും നിർത്തിവെക്കാൻ പറഞ്ഞു. അങ്ങനെ നടപടി നിർത്തിവെക്കുകയാണ് ചെയ്തത്. ഈ MLA ശ്രീനിജനൊക്കെ അവിടെ ചെന്ന് ഞങ്ങൾ ഒപ്പം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ അവർ ചോദിക്കുന്നുണ്ട്, ഇത്രയും നാളെ എവിടെയായിരുന്നു അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ കള്ളി വെളിച്ചത്തായില്ലേ?
അപ്പോൾ എന്ത് ജനകീയ പ്രശ്നങ്ങളുണ്ടായാലും ആർക്ക് എവിടെ ഒരു പ്രശ്നം ഉണ്ടായാലും കക്ഷി രാഷ്ട്രീയ മതജാതി ഭേദമന്യേ എല്ലാവരും അതിൽ ഇടപെടണം. നമ്മളെല്ലാവരും മനുഷ്യരാണ്. അതാണ് സാമൂഹ്യ വ്യവസ്ഥിതി തന്നെ അതാണല്ലോ. അപ്പോൾ ഇവിടെ വി ഡി സതീശൻ്റെ മന്ത്രിസഭയോട് നമുക്ക് പ്രത്യേകിച്ച് പ്രതിപത്തിയൊന്നുമില്ല. പിണറായി വിജയൻ മന്ത്രിസഭ ഇറങ്ങിപ്പോയാലും നമുക്ക് വിപ്രതിപത്തിയുമില്ല. രണ്ടുപേരോടും നമ്മൾ സമദൂര സിദ്ധാന്തം പുലർത്തുകയാണെങ്കിൽ നീതി എവിടെയാണുള്ളത് അവിടെ നമ്മൾ നിൽക്കണം. ഇനിയിപ്പോൾ മാധ്യമങ്ങളുടെ എല്ലാം ജോലി എന്ന് പറഞ്ഞാൽ ഓരോ സർക്കാർ വരുമ്പോഴും മാറി മാറി വരുമ്പോഴും ക്രിയാത്മകമായി പ്രതിപക്ഷമായി വർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് മാധ്യമങ്ങളുടെ ജോലി. കാരണം സർക്കാരിന് നയപരമായി എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ വീഴ്ച പറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചിട്ടും തിരുത്തുന്നില്ലെങ്കിൽ ശക്തമായ പ്രതിപക്ഷമായിട്ട് മാധ്യമങ്ങൾ തുടരും. ഇത് തന്നെയാണ് മാധ്യമങ്ങളുടെ പങ്ക്. നേരായ സമയത്ത് പൊതുസമൂഹത്തോട് വിളിച്ചു പറയാൻ ആർജവവും നട്ടലും ചങ്കൂറ്റമുള്ളൊരു മാധ്യമം തന്നെയാണ് നമ്മുടേത് എന്ന് തന്നെയാണ് ജനങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത്. നമ്മളും ആ തരത്തിൽ നിന്നിട്ടുള്ള ആരോടെങ്കിലും പ്രത്യേകിച്ച് ഒരു പക്ഷപാതപരമായി നമ്മൾ പെരുമാറുന്നില്ല. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിനോടും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ സർക്കാരിനോടും നമുക്ക് ഒരേ നിലപാട് തന്നെയുള്ളൂ. എപ്പോഴും ജനഹിതമായിട്ട് ആര് എവിടെ പ്രവർത്തിക്കുന്നുവോ, നീതിയുക്തമായിട്ട് പ്രവർത്തിക്കുന്നുവോ അവിടെ നമുക്ക് നിലകൊള്ളാനാണ് താല്പര്യം. ഇവിടെ ഈ 7 ദളിത് കുടുംബങ്ങൾക്ക് നീതി കിട്ടണം. അവർ കുടിയേറി പാർത്തതാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുടിയെടുപ്പ് അവകാശം ആ ഭൂമിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കൊരു പുനരധിവാസത്തിനുള്ള പാക്കേജ് സർക്കാർ ഇടപെട്ടുണ്ടാക്കണം. അല്ല അവർ പുറമ്പോക്കിലാണ് താമസിക്കുന്നതെങ്കിൽ ഇപ്പോൾ മുൻ നിയമമന്ത്രി രാജീവ് പറഞ്ഞ പോലെ ആ സ്ഥലം റീസർവേ ചെയ്ത് ഇവരുടെ സ്ഥലം പുറമ്പോക്കാണെന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറമ്പോക്ക് ഭൂമി സർക്കാരിന് തന്നെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ അവർക്ക് അവിടെ വീട് വെച്ച് താമസിക്കാനുള്ള സൗകര്യങ്ങൾ സർക്കാർ അവിടെ ഏർപ്പെടുത്തി കൊടുക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ താമസയോഗ്യമായ മറ്റേതെങ്കിലും സ്ഥലത്ത് അവരെ അധിവസിപ്പിക്കുകയോ വേണം. ഇത് തന്നെയാണ് നമുക്കിവിടെ പറയാനുള്ളത്. അല്ലാതെ നമ്മൾ പിണറായി വിജയൻ സർക്കാർ ഇവരെ കഷ്ടപ്പെടുത്തിയെന്നോ വി ഡി സതീശൻ സർക്കാർ വന്നപ്പോൾ ഇവരെ കുടിയൊഴിപ്പിക്കാൻ നോക്കിയെന്നൊന്നും നമ്മളുടെ പക്ഷമല്ല, അത് നമ്മുടെ വിഷയമല്ല. പക്ഷേ മനുഷ്യർക്ക് എവിടെ ഒരു വിഷയമുണ്ടോ, മനുഷ്യത്വം ചവിട്ടി മെതിക്കാൻ വേണ്ടി ആരെവിടെ തുനിഞ്ഞിറങ്ങുന്നുവോ, നിയമത്തിൻ്റെ കണ്ണിൽ അവരെ നിയമത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടൊരു ഉത്തരവ് മേടിച്ചു ആ ഉത്തരവിൻ്റെ പിൻബലത്തിൽ സാധുക്കളെ കുടിയിറക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണവശാലും നമ്മൾ കൂട്ടി നിൽക്കില്ല. ഇതിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതും നമ്മൾ പൊതുജനത്തിന് മുമ്പിൽ തുറന്നു കാണിക്കും.